വടക്കേ ഇന്ത്യയിലെ വിവിധ ജയിലുകളിലും പോലീസ് കസ്റ്റഡിയിലുമായി നൂറുകണക്കിന് സുവിശേഷകർ ഇപ്പോഴും കഴിഞ്ഞു വരുന്നു. ചില നാളുകൾക്ക് മുമ്പ് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടപ്പിച്ചത് നാം കണ്ടു. അതിനെതിരെ BJPയും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അടക്കം ചെറുതും വലുതുമായ നിരവധി പാർട്ടികൾ രംഗത്ത് വരികയും അവരുടെ മോചനത്തിനായി ശ്രമിക്കുകയും തുടർന്ന് അതിൽ വിജയം കാണുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സുവിശേഷകരിൽ നല്ലൊരു പങ്കും പെന്തക്കോസ്തുകാരാണ്. അവരെ മോചിപ്പിക്കാനോ കെട്ടിച്ചമച്ച കേസുകളിൽ നിന്ന് ഒഴിവാക്കാനോ ഒരാളും ഒരു പാർട്ടിയും ഇതുവരെ ശബ്ദിച്ചു കണ്ടില്ല. എന്നിട്ട് പോലും ഈ വിഷയത്തിൽ സുതാര്യവും സത്യസന്ധവുമായ ഇടപെടുവാൻ ആരും തയ്യാറല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജോൺ ബ്രിട്ടാസിന് പെന്തക്കോസ്തുകാരെ പരമപുച്ഛമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ്സുകാർ ഈ വിഷയത്തിൽ നിലപാടെടുക്കുമെന്ന് കരുതുന്നില്ല. പിന്നെ BJP പെന്തക്കോസ്ത് സഭകളുടെ നിലപാടുകളോട് വിയോജിപ്പുള്ള ആ പാർട്ടിയിലും പ്രതീക്ഷ പുലർത്തേണ്ടതില്ല എന്നതാണ് സത്യം. നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണമാണ് മിക്ക സുവിശേഷന്മാർക്കെതിരെയും ഉള്ളത്. ഈ ജനാധിപത്യ രാജ്യത്ത് ഈ നൂറ്റാണ്ടിലും ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണത്തെ അത്ഭുതകരമായി നമുക്കിന്ന് കരുതാനാവും. ആർക്കും വേണ്ടാത്ത ജനങ്ങളോട് അവരുടെ അടുത്തുപോയി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന നിർമ്മല സുവിശേഷം അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് പറയുന്നതിലൂടെയുള്ള ആ കരുതൽ ഏത് കഠിന ഹൃദയത്തിലാണ് മാറ്റമുണ്ടാക്കാത്തത്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരിൽ ഒരാളായി മാറാൻ ക്രിസ്തീയ സുവിശേഷകന്മാർ എന്നും മുൻപന്തിയിലുണ്ട്. ഈ മാറ്റത്തെയാണ് നിർബന്ധിത മതപരിവർത്തനമാക്കി മാറ്റുന്നത്. പാവപ്പെട്ടവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു, അവനെ മുന്നോട്ട് സധൈര്യം പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് മിഷണറിമാർ ചെയ്യുന്നത്. ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ക്രിസ്ത്യാനികൾ ഉയർച്ച നേടുന്നതോടെ അവരെ അടിമയാക്കിയിരുന്ന സമ്പ്രദായങ്ങളെ അവർ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിയലാണ് ചിലരിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഭാഗമല്ലാത്തവരാണ് പെന്തക്കോസ്തുകാരിൽ ഭൂരിഭാഗം.